പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2. എല്ലാവർക്കും അറിയാം ഒക്ടോബർ 2ന്റെ പ്രാധാന്യം. ഈ വീഡിയോ കാണുന്ന ഏവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് JD's കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2024 ഒക്ടോബർ 1 ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ്? സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ. ആംഡ് ഫോഴ്സസിന്റെ മെഡിക്കൽ ഒരു കാറ്റഗറിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് DGAFMS. ഇതിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഒരു പോസ്റ്റിലേക്ക്, അതായത് ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നത്. അത് സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ ആണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 1, അതായത് ഇന്നലെയായിരുന്നു സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലെ മെഡിക്കൽ സർവീസിലുള്ള ഒരു പോസ്റ്റിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് DGAFMS. ഇപ്പൊ DGAFMS ആണ് കംപ്ലീറ്റ് ആയിട്ട് ആംഡ് ഫോഴ്സസിന്റെ മെഡിക്കൽ രംഗത്തുള്ള കംപ്ലീറ്റ് കൺട്രോൾ. അത് ഇന്ത്യൻ ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, ഈ മൂന്നിന്റെയും സർവീസിന്റെ ഓരോ കാര്യങ്ങൾ മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലെ പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ. ഇപ്പൊ സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ ഇതിനു മുമ്പ് നേവിയിലെ DG മെഡിക്കൽ സർവീസ്, എയർഫോഴ്സിലെ DG മെഡിക്കൽ സർവീസസും, അതുപോലെ തന്നെ പൂനെയിലുള്ള ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ ആൻഡ് കമാൻഡന്റ് എന്ന പോസ്റ്റിലെ സേവനം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. 46ാമത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിന്റെ എന്ന ഒരു പദവിയിലേക്കാണ് സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാതൃഭൂമിയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? MV ശ്രേയാംസ് കുമാർ. ഇപ്പൊ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലെ പബ്ലിഷേഴ്സ്, ന്യൂസ് പേപ്പർ പബ്ലിഷിംഗ്, മാഗസിൻ, പീരിയോഡിക്കൽസ്, ഇതിന്റെ എല്ലാം ചുമതല വഹിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി INS. 1939 ഫെബ്രുവരി 27 സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ട് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ MD ആയിട്ടുള്ള MV ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ നാട്ടിലെ മാതൃഭൂമി പത്രത്തിന്റെ MD ആയിട്ടുള്ള MV ശ്രേയാംസ് കുമാർ ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ഇതിനു മുമ്പ് ഒരു സ്ഥാനത്ത് ആജ് സമാജ് എന്ന പത്രത്തിന്റെ രാകേഷ് ശർമ്മയായിരുന്നു. ഇപ്പോൾ INSന്റെ പ്രസിഡന്റ് ആണ് MV ശ്രേയാംസ് കുമാർ. ഡെപ്യൂട്ടി പ്രസിഡന്റ് ആണ് സന്മാർഗ് എന്ന പത്രത്തിന്റെ വിവേക് ഗുപ്ത. വൈസ് പ്രസിഡന്റ് ലോക്മാത എന്ന പത്രത്തിന്റെ കരൺ രാജേന്ദ്ര ദാർദ. ഇന്ത്യൻ വ്യോമസേനയുടെ Su-30 MKI വിമാനത്തിലേക്ക് ആദ്യത്തെ AL-31 FP എയ്റോ എഞ്ചിൻ എത്തിച്ചത് ഏത് കമ്പനിയാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL. ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഏർപ്പെട്ടിട്ടുള്ള കരാർ. അതായത് Su-30 MKI എന്ന പോർ വിമാനത്തിന്റെ എൻജിൻസിന്റെ അപ്ഗ്രഡേഷന് വേണ്ടി HAL ആയിട്ട് പുതിയ കരാർ ഒപ്പിട്ട കാര്യം. എന്നാൽ അതിന്റെ ഏറ്റവും ആദ്യത്തെ എൻജിൻ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ Su-30 MKI എന്ന വിമാനം ഇത് നൽകിയിട്ടുള്ളത് റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ വിമാനത്തിന്റെ എൻജിൻ ആയിട്ടുള്ള AL-31 FP എയ്റോ എൻജിൻ അതാണിപ്പോൾ HAL നിർമ്മിക്കുകയും ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുകയും ചെയ്യുക. 240 എൻജിൻസ് ആണ് അടുത്തൊരു 8 വർഷം കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് HAL നൽകാൻ പോകുന്നത്. ഒഡീഷയിലുള്ള കൊറാപുട്ട് എന്ന സ്ഥലത്താണ് സുക്കോയ് എൻജിൻ ഡിവിഷൻ. ഈ ഒരു എൻജിൻ ഡിവിഷനിലാണ്, അതായത് ഒഡീഷയിലെ കൊറാപുട്ടിലുള്ള സുക്കോയ് എൻജിൻ ഡിവിഷനിലാണ് ഈ വരാൻ പോകുന്ന 240 എൻജിൻസിന്റെയും നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് Su-30 MKI വിമാനത്തിന് നൽകാൻ പോകുന്ന ഈ എൻജിൻസ് എല്ലാം. പ്രത്യേകം നോക്കേണ്ടത് AL-31 FP എയ്റോ എൻജിൻ ഇത് ഏത് വിമാനവുമായി ബന്ധപ്പെട്ടതാണ്? ഇത് Su-30 MKI വിമാനവുമായി ബന്ധപ്പെട്ട എൻജിൻസ് ആണ്. 2024 നവംബർ 4 മുതൽ നവംബർ 7 വരെ യൂറോ നേവൽ എക്സിബിഷൻ 29ാമത് എഡിഷൻ എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? പാരീസ് നോട്ട് വില്ലേപെന്റ്. സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് എയർ ഷോ, എയ്റോ ഷോ എന്നിവയെല്ലാം. അതായത് വിമാനങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിരവധി എയർ ഷോ ആണ് നടക്കാറുള്ളത്. എന്നാൽ വളരെ കുറവായിട്ടുള്ള ഒന്നാണ് നേവിയെ ബന്ധപ്പെട്ട എക്സിബിഷൻ.
നേവിയുടെ എക്സസൈസ് ഉണ്ടാകാറുണ്ട്, എന്നാൽ എക്സിബിഷൻസ് വളരെ കുറവാണ്. യൂറോ നേവൽ എക്സിബിഷൻ ഇത് ഒരു വലിയൊരു എക്സിബിഷൻസ് ആണ് നേവിയെ ബന്ധപ്പെട്ട്. 2024 നവംബർ 4 മുതൽ 7 വരെയാണ് പാരീസിലെ നോട്ട് വില്ലേപ്പൻ്റ് എന്ന സ്ഥലത്ത് യൂറോ നേവൽ എക്സിബിഷൻ നടക്കാൻ പോകുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 104 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു എക്സിബിഷനിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്. 29ാമത്തെ യൂറോ നേവൽ എക്സിബിഷൻ ആണ് പാരീസിൽ നോട്ട് വില്ലേപ്പൻ്റ് എന്ന സ്ഥലത്ത് നവംബർ 4 മുതൽ നവംബർ 7 വരെ. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ദൗത്യം ഏതാണ്? ക്രൂസ് ഭാരത് മിഷൻ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ക്രൂയിസുകൾ എല്ലാം, അതായത് ആഡംബര കപ്പലുകൾ, ഉല്ലാസയാത്രകൾ എന്നിവയെല്ലാം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂയിസ് എന്ന ആ ഒരു മേഖലയിലേക്ക് ഏതാണ്ട് 4 ലക്ഷം ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രൂയിസിംഗിന്റെ. ഇതിന്റെ ആ ഒരു മിഷന്റെ പേരാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ക്രൂയിസ് ഭാരത് മിഷൻ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ശ്രീ സർബാനന്ദ സോനോവാൾ ആണ് ക്രൂയിസ് ഭാരത് മിഷൻ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഓഷ്യൻ ആൻഡ് ഹാർബർ ക്രൂയിസ്, റിവർ ആൻഡ് ഐലൻഡ് ക്രൂയിസ് എന്നിങ്ങനെ 3 മേഖലയിലേക്കുള്ള ക്രൂയിസിംഗ് ആണ്, ഉല്ലാസയാത്രകളാണ് ആഡംബര കപ്പലിലൂടെ ഇന്ത്യയിൽ ഇനി പാസഞ്ചേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ലിമയിൽ നടന്ന ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരൻ ആരാണ് ലോക ചാമ്പ്യൻ? പാർത്ഥ മാനെ. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ISSFന്റെ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പെറുവിൽ ലിമ എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിലെ പാർത്ഥ മാനെ വേൾഡ് ജൂനിയർ ചാമ്പ്യനായി, അതായത് 2 ഈവന്റിലാണ് ഡബിൾ ഗോൾ നേടിക്കൊണ്ട് പാർത്ഥ മാനെ ഇന്ത്യയിലെ ലിമയിൽ നടന്നിട്ടുള്ള വേൾഡ് ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2024 ഒക്ടോബർ 1 100ാം ജന്മദിനം ആഘോഷിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 39ാമത് പ്രസിഡന്റിന്റെ പേര് ജിമ്മി കാർട്ടർ. ജിമ്മി കാർട്ടർ US-ന്റെ 39ാമത്തെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഒക്ടോബർ 1, അതായത് ഇന്നലെ 100ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. ജിമ്മി കാർട്ടർ, ദ 39th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്നലെ സെപ്റ്റംബർ 1 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏത് സിനിമയാണ് നേടിയത്? ജവാൻ. 2024 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കാൻ പോകുന്നത് മിഥുൻ ചക്രവർത്തിക്കാണ്. അതേപോലെ ആ ഒരു അവസരത്തിൽ, അതായത് ഒക്ടോബർ 8-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ജവാൻ എന്ന ചിത്രത്തിനാണ് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിൽ കാശ്മീർ ഫയൽ എന്ന ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അതിനു മുമ്പത്തെ, അതായത് 2022 പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിന്. ഇപ്പൊ ജവാൻ എന്ന ഫിലിം ആണ് മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കാൻ പോകുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഒക്ടോബർ 1 ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ്? സർജൻ വൈസ് അഡ്മിറൽ ആർത്തി സരിൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാതൃഭൂമിയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? MV ശ്രേയാംസ് കുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ Su-30 MK ആയി വിമാനത്തിലേക്ക് ആദ്യത്തെ AL-31FP എയ്റോ എഞ്ചിൻ എത്തിച്ചത് ഏത് കമ്പനിയാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. 2024 നവംബർ 4 മുതൽ നവംബർ 7 വരെ യൂറോ നേവൽ എക്സിബിഷന്റെ 29ാമത് എഡിഷൻ എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? പാരീസ് നോട്ട് വില്ലേപ്പൻ്റ്. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ദൗത്യം ഏതാണ്? ക്രൂയിസ് ഭാരത് മിഷൻ. ലിമയിൽ നടന്ന ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരൻ ആരാണ് ലോക ജൂനിയർ ചാമ്പ്യൻ? പാർത്ഥ മാനെ. 2024 ഒക്ടോബർ 1 100ാം ജന്മദിനം ആഘോഷിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 39ാമത് പ്രസിഡന്റിന്റെ പേര് ജിമ്മി കാർട്ടർ. ഇന്ന് ഒക്ടോബർ 2 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ട്രാൻസ്ജെൻഡർക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത OPD ഏത് ആശുപത്രിയിലാണ് തുറന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഓരോ ദിവസത്തെയും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും
പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.